ഇത് നമ്മളിപ്പോൾ കോടതിയും നിയമത്തെയൊക്കെ ബഹുമാനിക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വലിയ സംഭവമായിട്ട് പറയുമോ അത് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ഒരാളൊന്നുമല്ല. ഞാൻ അമ്മയിലെ സാധാരണ ഒരു അംഗമാണ്. ഞാൻ ഒരുപാട് സിനിമ ചെയ്ത് ഭയങ്കര കോടി ഇതായിട്ട് നിൽക്കുന്ന ഒരാളും അല്ല. ഒരു സാധാരണ ഒരാളെന്നുള്ള നിലയിൽ ഒരു കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനിക്കുക. അപ്പോൾ അവർക്ക് ഭരിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊപ്പം നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെതിരെ ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസാരിച്ച് ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേര് കളയാൻ ഇനി ആരും ശ്രമിക്കാതിരിക്കുക. അതിനെതിരെ ഇനി നടപടി എടുക്കണം. ഒരു വാക്ക് പോലും അമ്മയെക്കുറിച്ച് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഇനി വേണ്ടത്. കോടതി ഉത്തരവ് നമ്മൾ മാനിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത്രയും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇതിനെക്കുറിച്ച് സങ്കടം വന്നിട്ട് വന്ന് നിന്നതാണ്. വേറെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അമ്മയെ ആശ്രയിച്ച് ഈ 5000 രൂപയും ഈ മരുന്നുകളും മേടിച്ച് 10-200 പേര് ഒന്നും സംസാരിക്കാൻ പറ്റാതെ അമ്മയ്ക്കകത്തിരിക്കുന്ന കാഴ്ച കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് പറയാണ്, ഇതെല്ലാം നിർത്തിയിട്ട് ഇതിനേക്കാൾ അമ്മ എന്ന് പറഞ്ഞാൽ ആ സംഘടനയ്ക്കകത്ത് ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. സംസാരിക്കാനും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യാനും പറ്റിയ ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. സമയം കൊടുത്ത് ശ്വേത എന്ന് പറയുന്നൊരു വ്യക്തിയെ ആരോപിച്ചിരിക്കുന്ന കണക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു ഓഡിറ്ററും ഒരു അക്കൗണ്ടൻറ്റും ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ വലിയ അറിവോ ഞാൻ വലിയ പഠിപ്പോ വിജ്ഞാനമുള്ള ആളൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തൊക്കെ ആൾക്കാർ ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള നിലപാട് ഞാൻ പറഞ്ഞിരിക്കും. അതിന് ജനങ്ങൾ എന്ത് തിരിച്ച് പറഞ്ഞാലും PRO വർക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഒരു ശ്വേതയ്ക്ക് വന്നിരിക്കുന്ന കണക്കിൻ്റെ പ്രശ്നം ഈ ഓഡിറ്റർക്കും അക്കൗണ്ടിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു 3 മാസത്തേക്കോ ജനറൽ ബോഡി മാറ്റി വെച്ചിട്ട് ഇവർ പറയണമായിരുന്നു, ഇപ്പം നിങ്ങൾ ജനറൽ ബോഡി വെച്ചാൽ അത് പാസ്സാവില്ല. അവർക്കറിയാലോ. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇത്ര അറിവ് എനിക്ക് വന്നത് ഞാനൊരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ആ നിയമവും ഈ നിയമമൊക്കെ ഒന്ന് തന്നെയാണ്, അല്ലാതെ വേറെ പുതിയ നിയമങ്ങളൊന്നുമല്ല. അത്രയും സമയം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലാതെ അമ്മയ്ക്കകത്തുള്ള എല്ലാവരും പറയും, അയ്യോ അമ്മയിലെ മക്കൾ, സഹോദരന്മാരെല്ലാവരുമാണ് ഈ കിടന്ന് ബഹളം വെച്ച് ഇത്രയും പ്രശ്നങ്ങൾ അവരെ കൊണ്ട് സംസാരിക്കാൻ പോലും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് പറയണതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കണ്ടത് പറയാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് മുഴുവൻ അതിനകത്തുണ്ട്. CCTV എല്ലായിടത്തും ഉണ്ട്. എടുത്ത് നോക്കിയാൽ നിങ്ങളൊന്ന് ആവശ്യപ്പെടും, അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അല്ലാതെ ഞാനൊരു പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാളല്ല ഇതൊന്നും പറയാൻ. ഞാൻ ആരുമല്ല. അതിനേക്കാൾ വലിയ ആൾക്കാരാണ് അതിന് അമ്മയ്ക്കകത്തുള്ളത്. അവർ തീരുമാനിക്കട്ടെ. ഇനി ഇത്രയും ദിവസം ഉണ്ടല്ലോ ശ്വേതയ്ക്ക്, ഇനി തെളിയിക്കട്ടെ. ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പോയാലും അതിനൊരു തെളിവുണ്ടാവും. പിന്നെ ആരോപിച്ചിരിക്കുന്നത് എന്താ, 2.5 കോടി അവിടുന്ന് ആരോ തരുമോ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇവർ പറയണതാണ്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുണ്ടാവുമല്ലോ. ഈ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഈ അമ്മയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അമ്മയിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് ത്രൂ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ചാരിറ്റിയാണ്. ഈ ചാരിറ്റി അസോസിയേഷനിൽ എവിടുന്ന് വേണമെങ്കിൽ ഫണ്ട് മേടിക്കാമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബൈലോയിലുള്ള നിയമം അനുസരിച്ചാണ്. അപ്പോൾ ആ നിയമത്തിനനുസൃതമായിട്ട് ആര് പൈസ തന്നാലും, ജാതി മതഭേദം ആര് പൈസ തന്നാലും ചാരിറ്റി ആയിട്ട് പൈസ മേടിച്ചിട്ട് നമ്മൾ അംഗങ്ങൾക്കല്ല കൊടുക്കേണ്ടതെന്ന് ബൈലോയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വയനാടാണെങ്കിലും ഇത്ര പ്രശ്നങ്ങൾ നടക്കുന്ന, വീടും ഇല്ലാതെ വെറുതെ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്, കേരളത്തിലുണ്ട്. ഈ കേരളത്തിലുള്ള അമ്മയുടെ അംഗങ്ങൾക്ക് കൊടുക്കണ്ട. ഈ പൈസ ചാരിറ്റി ആയിട്ട് ഉപയോഗിച്ചിട്ട് പുറത്ത് കൊടുക്കട്ടെ. അമ്മ എന്നുള്ള പേരിൽ ഒരു 4 വീട് വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൂടെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്തു വരുമ്പോൾ അത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കല്ലേ വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. എൻ്റെ സാധാരണ ഒരാളെന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയണത്. അങ്ങനെ നിയമപരമായിട്ട് അമ്മയ്ക്ക് ആ പൈസ എടുക്കാം എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും തരാൻ തയ്യാറായാൽ നിയമം അനുസരിച്ച് പൈസ വാങ്ങി ഈ പറഞ്ഞ പോലെ അംഗങ്ങൾ കൊടുക്കുക. അത് പുറത്ത് എത്രയോ ഉണ്ട്, അതെല്ലാം ചെയ്യാൻ നോക്കുക. ഇതിന് എതിരും പറഞ്ഞ് എന്താണെന്ന് കേൾക്കാനും സമ്മതിക്കാതെ ഒത്തിരി ബഹളവും വെച്ച് നമ്മൾ ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവണതിൽ വളരെ ദുഃഖമുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ വെച്ച് ജനങ്ങളാണ് ഈ അമ്മയിലുള്ള എല്ലാ ആൾക്കാരെയും സിനിമ കണ്ട് വിജയിപ്പിക്കുന്നതും തിയേറ്ററിൽ പോകണമെന്ന് തീരുമാനിക്കുന്നതും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അവർക്ക് ഇതുപോലുള്ള മറുപടി കൊടുത്ത് എല്ലാവരും കരിവാരി തേക്കരുത്. ഇപ്പം എന്നെക്കുറിച്ച് ഒരുപാട് ആരോപണം വരുന്നുണ്ട്. എൻ്റെ പഴയ കാര്യങ്ങൾ ഇതെല്ലാം പണ്ടായിട്ട് ഇടുന്നതാണ്. ഇതൊന്നും PRO വർക്ക് ചെയ്തുകൊണ്ടൊന്നും പ്രിയങ്ക എന്ന് പറഞ്ഞ ആൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് സംഭവം വന്നാലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. എനിക്കൊരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ അത്ര കഠിന ഹൃദയരല്ല എൻ്റെ കുടുംബവും എൻ്റെ ഫാമിലിയൊക്കെ. അവരോർത്ത് മാത്രമേ ചെറിയ ദുഃഖമുള്ളൂ. ഇവരൊക്കെ വായിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവും. ആ വിഷമം ദയവീത് ജനങ്ങളായ നിങ്ങൾ എനിക്ക് തരരുത്. നിങ്ങളുടെ കൂടെ എന്നും നിന്നിട്ടേ ഉള്ളൂ ഞാൻ. അതേപോലെ തന്നെ നിങ്ങളാണ് ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുന്നത്. നിങ്ങൾ പത്രക്കാരെ കുറ്റം പറയാൻ ഒരു കാര്യമില്ല. കാരണം തെറ്റായാലും ശരിയായാലും നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്
ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുക, ജനങ്ങൾ അറിയട്ടെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇനി ഇപ്പോൾ ഞാൻ പറയും, ഇനി അമ്മ എന്നുള്ളൊരു സംഘടനയ്ക്ക് ഒരു കാരണവശാലും ഒരു എതിരായിട്ട് ഒരു വാക്ക് പോലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ശ്വേത എന്ന് പറയുന്ന വ്യക്തി എന്നെ പേഴ്സണലായിട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. തെറ്റ് കണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെളിഞ്ഞു വരുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അവരോട് നിൽക്കില്ലല്ലോ. ഇതുവരെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കഴിവാരി തേക്കുന്നത്? ഇവിടെ നിയമവും കോടതിയുണ്ട്, പോലീസും ഉണ്ട്, എല്ലാവരും നോക്കട്ടെ. അല്ല, അതായത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ അവിടെ ഇതെല്ലാം CCTV ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് എടുത്ത് അറിയാൻ പറ്റും. അപ്പോഴും ലാലേട്ടനോ ഞാൻ ഇത് ഒരു 40-45 ദിവസം ശ്വേത അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ കൊടുക്കാം. അപ്പോൾ ജനറൽ ബോഡിയുടെ ഒരു അംഗീകാരമാണ് ലാലേട്ടൻ ആരും ചെയ്യുക. ലാലേട്ടൻ ഒറ്റയ്ക്ക് കയറി പറയാൻ പറ്റില്ല. ജനറൽ ബോഡി എന്ന് പറയുന്നത് നമ്മൾ അതിനാണ് വെച്ചിരിക്കുന്നത്. അതിനുള്ള സമയം കൊടുത്തില്ല ആർക്കെങ്കിലും പറയാനോ ഇതൊന്ന് സംസാരിച്ച് കൈ പൊക്കാനോ. ചിലർക്ക് പേടിയാണ്, അറിയില്ല ഈ പാവങ്ങൾ എവിടെ. ഞാൻ ചോട്ടെ, 2 തട്ട് നിൽക്കുന്നതാണ്. ഇതിൽ ഏതിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഈ ഇരിക്കുന്ന പാവങ്ങളായ കുറേ പേർക്ക് അറിഞ്ഞൂടാ. എല്ലാവരും പറഞ്ഞ കൈ പൊക്കി, അവർ സമ്മതിച്ചു എന്ന്. CCTV എടുത്ത് നോക്കുക, അതിൽ എത്ര പേര് പൊക്കിയിട്ടുണ്ട്, എന്താണ് കാര്യം എന്നുള്ളത്. ഇതൊന്നുമല്ല. ഇത് നമ്മളാ ഒരു കൂട്ടായ്മ എന്നൊരു സംഘടന എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ തീരുമാനിക്കണം. ഇങ്ങനെയല്ല വേണ്ടത്, നമ്മളെല്ലാവരും കൂടെ യോജിച്ച് സംസാരിക്കണം എന്നുള്ളത്. ലാലേട്ടൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പറയരുത്. പറയാൻ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു, കൊടുക്കാമായിരുന്നു തന്നെ കൊടുക്കാമല്ലോ എന്നുവെച്ചാൽ എല്ലാവരും അതാ ചോദിക്കുന്നത്. അപ്പോഴത്തേനും അത് പറ്റില്ല, ബഹളമായി. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഓഡിറ്ററും അഡ്വക്കേറ്റും അറിയാതെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്തത്? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ, നമ്മൾ സാധാരണ അമ്മയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും പോയി രജിസ്ട്രേഷൻ ഒപ്പിടാൻ ഒരു സന്തോഷമാണ് എല്ലാവരും കാണുന്നത്. ഞങ്ങൾ ഈ ഒരു കൊല്ലത്ത് ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണക്കാരിയാണ്, നമ്മുടെ സഹപ്രവർത്തകരെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ സിനിമ പോലും ഇപ്പോൾ ആർക്കും അധികമില്ല. ഉള്ളത് പറയില്ല, ഒരാളിപ്പോൾ സിനിമയിൽ അധികം അഭിനയിക്കുന്നില്ല. ഞങ്ങളൊക്കെ സീരിയലും ഇതൊക്കെ ചെയ്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. എൻ്റെ കാര്യം ഞാൻ പറയണത്. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. ആ സമയത്താണ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത് സൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളൊരു പേപ്പർ തന്നു, നമ്മൾ സൈൻ, നമ്മുടെ ആൾക്കാരാണ് നിൽക്കുന്നത് ചുറ്റും. ഈ അകത്ത് കയറുമ്പോഴാണല്ലോ ഈ ബഹളവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എന്തിനാണോ ഇതിന് സൈൻ ചെയ്തത്. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ശരിയാണ്. എന്തിന് ഗോകുലം പാർക്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു, ഇതൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ആ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞില്ല ഇതിനകത്ത് ഇത്രയും ബഹളം. അപ്പോൾ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം നമ്മൾ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവും, മരിച്ചുപോയവരെ ആദരിക്കലുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കട്ടെ. ഞാൻ അവിടെ നിന്ന് നിങ്ങൾ CCTV എടുത്തോ, ഞാൻ പറയുന്നുണ്ട്, അവർ പറയാനുള്ളതൊന്ന് പറയട്ടെ. നിങ്ങൾ ഇരിക്കുക, ഇത് കേൾക്കണ്ടേ എന്താ പറയണേന്നുള്ളത്. എന്തുകൊണ്ട് ഉണ്ണി ശിവപാൽ രാജിവെച്ചു, അല്ലെ മാറ്റി നിർത്തി, ഇതൊക്കെ നമുക്കും അറിയണ്ടേ. അതിനാണ് ജനറൽ ബോഡി വരെ വെച്ചത്. മെമ്മറി കാർഡിൻ്റെ വിഷയം, അതും ജനറൽ ബോഡി വരട്ടെ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിയാനതിന് മുമ്പ് ബഹളം തുടങ്ങി എങ്ങനെയാണ് ആരാ പറഞ്ഞു തരിക? അതുകൊണ്ടൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ ആരും അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, സംസാരിക്കാൻ സമയം തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യം കയറി ഇത് പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ആരും സമ്മതിച്ചു കൊടുക്കുമോ? ഈ പറയുന്ന സെക്രട്ടറിയാണ് ഇതിൻ്റെ എല്ലാം. ഞാനൊരു സെക്രട്ടറിയായിട്ട് പറയാം, സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്. പ്രസിഡന്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവരുണ്ട്. ഇത് സെക്രട്ടറി ചെയ്യാത്ത കാര്യങ്ങളാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. അവരാണ് പറയേണ്ടത്, ഇന്ന പോലെ ഉണ്ടായി, ഉണ്ണി ശിവപാൽ ഇങ്ങനെ പ്രശ്നം, അതൊന്നും ആരും പറഞ്ഞിരുന്നില്ല, ചോദിച്ചില്ല. ഏറ്റവും ആദ്യം അവിശ്വാസ പ്രമേയം എന്നാണ് പറയണത്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സംഘടനയ്ക്കകത്ത് നിന്ന് സഹോദരന് തുല്യമാണ്, മകൾക്ക് തുല്യമാണ്, അമ്മയാണ്, മക്കളാണെന്നൊക്കെ പറയുന്നവർ ഇതുപോലെ ചെയ്യരുത്. ഇനിയും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഇപ്പോൾ കോടതി നിയമപരമായിട്ട് ഇരുത്തിയിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇനിയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം കോടതിക്ക് നിയമലംഘനമാണ് നമ്മളിപ്പോൾ ചെയ്യണത്, അല്ലേ? കോടതി ഒന്നുമില്ലാതെ ഭരിച്ചോളാൻ പറയില്ലല്ലോ, കോടതിയെ മാനിക്കണ്ടേ. ഞാനൊക്കെ കോടതിയെ മാനിക്കുന്നു, ഞാൻ ശ്വേതയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു ഇപ്പോഴും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഒരു കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇവളാരായി, ഞാൻ ആരുമല്ല, ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് പറയുന്നത് മാത്രം കണക്കാക്കി ദയവ് ചെയ്ത്, എനിക്കും കുടുംബമുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, ഞാൻ എൻ്റെതായ കുറേ പ്രശ്നങ്ങളോട് നടക്കുന്ന ഒരാളാണ്, വേദനിപ്പിക്കരുത്, അത്രേ പറയാനുള്ളൂ.